ഇന്ന് നമുക്ക് ഒരു 13-14 വയസ്സായ കുട്ടികളുടെ പാവാടയ്ക്കിടുന്ന ബ്ലൗസ് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. അതിനായിട്ട് തുണി ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. ബ്ലൗസിന് ഇറക്കം ഒരു 17 ഇഞ്ച് ഇട്ടിട്ട് തുണിയിൽ ഇതുപോലെ ചോക്കുകൊണ്ട് ഇങ്ങനെ അളന്നിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അതൊന്ന് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് വെട്ടുമ്പോൾ ഈസി ആയിരിക്കും. കഴുത്തകല ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഷോൾഡർ ഒരു 3 അല്ലെങ്കിൽ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. കൈക്കുഴി ഒരു 6 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. കഴുത്തിറക്കം ഒരു 5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. 2.5 ഇഞ്ച് വീതിയും അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് അത് ഇങ്ങനൊന്ന് വരച്ച് കൊടുക്കാം. കൈക്കുഴിയും ഇതുപോലെ താഴേക്ക് വരച്ചു കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് താഴേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കുക. ബ്ലൗസിൻ്റെ വീതി 8 ഇഞ്ച് 9 ഇഞ്ച് 10 ഇഞ്ച് അങ്ങനെ ഓരോ കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി വരച്ചതിലൂടെ നമുക്ക് തുണി മുറിച്ചെടുക്കാം. ഞാൻ 9 ഇഞ്ച് വീതിയും 17 ഇഞ്ച് ഇറക്കമാണ് എടുത്തിട്ടുള്ളത്. അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു 15 ഇഞ്ച് കിട്ടണം. ഇനി നമുക്ക് വരച്ചതിലൂടെ ഫ്രണ്ട് കഴുത്ത് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിനെക്കാട്ടും കുറച്ച് കയറ്റിയിട്ട് ബാക്ക് കഴുത്തും വെട്ടിക്കൊടുക്കുക. ഇനി ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസിൽ നമുക്ക് ഓപ്പൺ കൊടുക്കാം. ഇനി നമുക്ക് ഈ വെട്ടിയ പീസ് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് കൈ വെട്ടണം. കൈയിൻ്റെ നീളം ഒരു 22 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് പഫ് വെച്ചിട്ടുള്ള കൈയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബ്ലൗസിൻ്റെ കൈക്കുഴീൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി അളവിൽ വെട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ആദ്യമേലെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ട് വെട്ടിയെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അളവ് തെറ്റാണ്ട് വെട്ടിയെടുക്കാൻ സാധിക്കും. കൈക്കുഴി വെച്ച് അളന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഞാനിവിടെ ഇടുന്നുണ്ട്. അത് പഫ് വെക്കാൻ വേണ്ടിയിട്ട് ഞൊറിയിടാൻ വേണ്ടിയാണ്. ഇനി ഇതിലെ വെട്ടിക്കൊടുക്കുക. കൈയിൻ്റെ അടിഭാഗം ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ഇവിടുന്ന് ഈ ജോയിൻറ്റിലേക്ക് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് കട്ട് ചെയ്തെടുക്കുക. കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കണം. ഞൊറിയിട്ട് കൊടുക്കുക. ഇനി കൈക്ക് വേണ്ട ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. ഇനി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം കഴുത്ത് ലൈനിങ്ങിൻ്റെ മേലെ കഴുത്ത് ഇങ്ങനെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിലെ ഇങ്ങനെ വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലൈനിങ്ങും വന്ന് നമുക്ക് കഴുത്ത് വെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ഈ തയ്യൽ തുമ്പ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മറിച്ചിട്ടാൽ തുണി മറിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇനി ഈ തുണി ഇതുപോലെ മറിച്ചിടുക. അപ്പോൾ കഴുത്ത് ഇതുപോലെ കിട്ടും. ഇനി ഈ കഴുത്തിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി മേലെ കൂടെ അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ മടക്കി അടിച്ചതിൻ്റെ ആ തയ്യൽ തുമ്പിൻ്റെ അതിലെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ പുറത്ത് അടിപ്പ് കാണൂല. ഇതിലെ വേണമെങ്കിൽ കൊടുക്കുക. ഇനി ബാക്ക് പീസും നമുക്ക് ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങുമ്മിൽ വെച്ചിട്ട് അടിച്ച് എടുത്തതിന് ശേഷം കഴുത്ത് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. ബാക്കിൽ ഓപ്പണിൻ്റെ ഇതിങ്ങനെ വെട്ടിക്കൊടുക്കുക. ഇവിടെ ഉക്സ് വേണ്ടവർക്ക് ഉക്സ് വെക്കാം, ബട്ടൺസ് വേണ്ടവർക്ക് ബട്ടൺസ് വെക്കാം, സിബ് വേണമെങ്കിൽ സിബ് വെക്കാം. ഞാൻ ഉക്സാണ് വെച്ച് കൊടുക്കുന്നത്. ഉക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയിൽ നീളത്തിൽ തുണി കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്ത തുണി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ലൈനിങ്ങിൻ്റെ ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതിലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് കഴുത്ത് ചെയ്ത പോലെ തന്നെ കഴുത്തിൻ്റെ തയ്യൽ തുമ്പ് ചെറുതായിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തത് വെട്ടിപ്പോവാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് പീസിൻ്റെ ഇടത് ഭാഗത്തെ പീസ് റെഡിയായി. ഇനി നമുക്ക് വലത് ഭാഗത്തെ പീസ് കൂടെ റെഡിയാക്കി എടുക്കണം. വലത് ഭാഗത്തെ പീസ് പിന്നെ ഇതുപോലെയല്ല ചെയ്യുക. അത് ആദ്യം കഴുത്തിൻ്റെ തയ്യൽ തുമ്പ് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് മറിച്ചിടണം. അതിന് ശേഷമാണ് നമ്മൾ പീസ് വെച്ച് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുത്ത പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ലൈനിങ്ങിൻ്റെ അടിയിലായിട്ട്
ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിലേ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് നിവർത്തിയിട്ട് ആ തുണി ഇങ്ങോട്ടേക്ക് മുൻപോട്ടേക്ക് മടക്കിയിട്ട് ഇതിലേ വേണം ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഉക്സിൻ്റെ കുഴ സ്റ്റിച്ചിങ്ങിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാൽ മതി. മടക്കി വെച്ചിൻ്റെ അറ്റത്തിലൂടെയല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സൂചി ഒന്ന് കുത്തി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് 2 സ്റ്റിച്ച് ഇങ്ങോട്ടിടുക, പിന്നെ 2 സ്റ്റിച്ച് ഇങ്ങോട്ടിടുക, പിന്നെ വീണ്ടും 2 സ്റ്റിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നേരെ സ്റ്റിച്ച് ചെയ്യുക. ഒരു 2-3 ഇഞ്ച് ഇടവിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉക്സിൻ്റെ കുഴ റെഡിയാവും. ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്ത് റെഡിയായി. ഇനി 2 പീസും കൂടെ ജോയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഇതുപോലെ നല്ല വശം രണ്ടും ചേർത്ത് വെച്ച് ലൈനിങ്ങിൻ്റെ ഭാഗവും 2 ഭാഗവും ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. 2 ഷോൾഡറും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബ്ലൗസിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ബ്ലൗസിൻ്റെ അടി ഒന്ന് മടക്കി അടിക്കണം. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഫ്രണ്ടും ബാക്കും അടിഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കൈയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിന് ആദ്യം കൈക്കുഴിയൊന്ന് മുൻവശത്തെ കൈക്കുഴിയൊന്ന് ചെറുതായി കയറ്റി വെട്ടി കൊടുക്കുക. ഇനി കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് കൈ റെഡിയാക്കണം. ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഞൊറി ഇട്ട് കൊടുക്കണം. ആദ്യം ഇതുപോലെ ഞൊറി ഇട്ട് കൊടുത്തതിന് ശേഷം ലൈനിങ്ങിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടിച്ച് മറിച്ച് കൊടുക്കാം. നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് മറിച്ചിട്ടാൽ മതി. ഇത് മറിച്ചിട്ടതിന് ശേഷം കൈയിൻ്റെ അടിയിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അടിയിൽ കൂടെ സ്റ്റിച്ചൊക്കെ കൊടുത്ത് ഇതാ കൈ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കൈ ഫിറ്റ് ചെയ്യുന്നത്. കൈ ഞാനിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സൈഡിലൂടെ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ കൈക്കുയിൻ്റെ ഈ ഭാഗവും കൈയിൻ്റെ ഈ ഭാഗവും കൂടെ കൂട്ടി യോജിപ്പിക്കണം. ഇത് നല്ലോണം ഒപ്പിച്ച് വെച്ച് ഇതിലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 സൈഡിലെ കൈയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ബ്ലൗസ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ മറുപടി തരും. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.